ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ കാണിക്കാൻ വെച്ചു. ഒരു 6 മാസമായിട്ട് ഞാൻ എൻ്റെ വീഡിയോസും ചെയ്യുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. കുറേ നാളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. വെൽക്കം ബാക്ക് ടു ചാനൽ ഫസ്റ്റ് ടൈനി വേൾഡ്. അപ്പോൾ ഇന്നലത്തെ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവിൽ ഞാൻ കറി ചൂടാക്കാനും വെച്ചു, മറ്റടുത്ത് ചായക്കുള്ള വെള്ളവും വെച്ചു. അപ്പോൾ അത് രണ്ടും ഗ്യാസിലാവുന്ന സമയം കൊണ്ട് എനിക്ക് അടുപ്പ് കത്തിക്കാം. അപ്പം നെക്സ്റ്റ് ഞാൻ ടൈം മാനേജ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് പണി തീരുമല്ലോ. എന്നിട്ട് ആ രണ്ടും ആവുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കി അടുപ്പ് കത്തിക്കുകയാണ്. ഫസ്റ്റ് എനിക്ക് അടുപ്പ് കത്തിക്കണം, അത് മെയിനാണ് ഇവിടെ. കാരണം ആദ്യമേ ആടിൻ്റെ പരുത്തി പുതുത്താനുള്ള ചൂടുവെള്ളം വെക്കണം. അത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് കഞ്ഞിക്കുള്ള ചോറിനുള്ള വെള്ളം വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അടുപ്പ് കത്തിക്കും. അങ്ങനെ അടുപ്പ് കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടാവും. അടുപ്പ് കത്തി വെള്ളമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചായയൊക്കെ തിളച്ച് ചായയും തിളച്ചിട്ടുണ്ടാകും, കറിയും ചൂടായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ ഗ്യാസ് സ്റ്റവിൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന മുട്ട സുർക്കയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. സൂപ്പർ സാധനമാണ്, മുട്ട ഇല്ലാതെയാണ് മുട്ട സുർക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ല, ഞാൻ പറഞ്ഞ അടുപ്പ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചായ ആവും. അപ്പോൾ ചായ നമ്മൾ ഫ്ലാസ്കിലാണ് ആക്കി വെക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ചായ ഉണ്ടാക്കണ്ട. ഓരോരുത്തർ ഓരോ ടൈമിലാണ് എഴുന്നേക്കുന്നത് വരുന്നത്. ഇപ്പോൾ പലർക്കും നമ്മൾ ചായ പല സമയത്ത് ഉണ്ടാക്കാൻ ഗ്യാസും തീരും, അതുപോലെ തന്നെ നമ്മുടെ ടൈമും ശരിയാത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. ഫ്ലാസ്ക് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് അഴിച്ച് വെക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ട സുർക്ക ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. പെർഫെക്റ്റ് ആയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ നമ്മൾ മുട്ടയൊന്നും ചേർത്തില്ല, എന്നിട്ട് തന്നെ ലെയറില്ല, ഒരു ഇതല പോലെ വന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരുത്തി പുതിർത്താണ്ടെന്ന്. പിന്നെ പരുത്തിയൊക്കെ നമ്മൾ ആവശ്യം നമുക്കറിയാം, അതൊക്കെ പുതിർത്തി ആ പരുത്തിയൊക്കെ പൊതിർത്തി കഴിയുന്ന സമയം കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഡ്രസ്സ് കുറേ അയലുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് റൂമിൽ കൊണ്ടുവരണം. കാരണം ഡ്രയറിൻ്റെ അകത്ത് മെഷീനകത്ത് കുറേ ഡ്രസ്സ് കിടപ്പുണ്ട്, അതെല്ലാം മിക്സിഡാണ്. ഞാനിപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് ഡ്രസ്സ് അലക്കാണ്ട്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ വേണം. മക്കളുടെ ആയിട്ട് ഏറ്റവും കൂടുതലുള്ള എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല. അതുപോലെ അയൽ സ്ഥലയിലായിട്ട് ഞാൻ പിന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്, മഴയുണ്ടോ അതോ വെയിലാണോ? ആരെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എറണാകുളത്തൊക്കെ ഭയങ്കര മഴയാണെന്ന് തോന്നുന്നു, പക്ഷേ വയനാട്ടിൽ നല്ല വെയിലാണ് കേട്ടോ. 2 ദിവസമായിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ചിടാണ്ടായത്. ഡ്രസ്സൊക്കെ വിരിച്ചിട്ടപ്പോൾ മക്കളെ രണ്ടുപേരും എൻ്റെ കൂടെ പുറത്താക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ചിരുന്നത്. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ മുറ്റത്ത് വിടത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടത്തില്ല. അവിടെ ആകുമ്പോൾ അവർ കളിക്കുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അരി ഇട്ടു. പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് മഷ്റൂം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടത്തെ പോലെ നമ്മുടെയൊക്കെ നാട്ടിൽ വെക്കുന്ന ഉള്ളിയും തക്കാളിയും ഇട്ട് മസാല പോലെയല്ല വെക്കുന്നത്. ഇവിടെ വെറുതെ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടാണ് വെക്കുന്നത്. അങ്ങനെ അത് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. ഇങ്ങനെ അരി ഇട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നു വരും. അപ്പുറത്തിരിക്കുന്ന കഞ്ഞിയാണ് കേട്ടോ, ആടിൻ്റെ കഞ്ഞി. അത് രാത്രി നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോ കാണിക്കാം. 2 ടൈപ്പ് ഓഫ് മഷ്റൂമാണ് കൊണ്ടുവന്നത്. ഒന്ന് മറ്റേ കൂൺ മഷ്റൂമും പിന്നെ വേറെ എന്തോ ടൈപ്പ് മഷ്റൂം, എനിക്കറിയില്ല എന്താണ്. പിന്നെ എനിക്ക് ഒരു ദിവസത്തെ ഏറ്റവും വലിയ പണിയാണ് മോനെ ഉറക്കുക എന്നുള്ളത്. എത്ര ടൈം, 1 മണിക്കൂർ 1.5 മണിക്കൂർ നിൽക്കും പിന്നെ ഉറക്കിക്കഴിഞ്ഞാൽ. അത് ഉറക്കുന്നിടം വരെ കുറേ കഷ്ടപ്പാടാണ്. വഴക്കും പറഞ്ഞ് ചീത്തയും പറഞ്ഞൊക്കെയാണ് ഉറക്കുന്നത്. അങ്ങനെ ഉറങ്ങി അപ്പോൾ ആ പണി കഴിഞ്ഞാൽ തന്നെ എൻ്റെ എല്ലാ പണികളും കഴിയും. അപ്പോഴത്തേക്ക് അരി തിളച്ചു. പിന്നെ ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചു, കാരണം ഇത് ഭയങ്കര വേവുള്ള അരിയാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം ഫുള്ള് പോകും. അപ്പോൾ റൈസ് കുക്കർ ആകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട്. നമ്മൾ അടുപ്പിൽ ബാക്കി കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ മഷ്റൂം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോയിസണോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അരിയെടുത്ത് ഇതിലേക്ക് വെച്ചു, റൈസ് കുക്കറിലേക്ക് വെച്ച്. പിന്നെ നമുക്കിനി പരിപ്പുണ്ടാക്കാം. അപ്പോൾ പരിപ്പിനുള്ള എല്ലാ അരിഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ചു. അതിനിടയ്ക്ക് മഷ്റൂമും ഉണ്ടായിരുന്നു, അതൊന്ന് നോക്കി
പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫൊന്ന് മുറിച്ച് വെച്ച് കറിയൊക്കെ ഉമ്മ വെച്ചോളൂ. ബീഫ് കറി ഉമ്മ വെക്കുന്നത്, നോൺ വെജൊക്കെ ഉമ്മ വെക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചു. ഉള്ളിയൊക്കെ ഉമ്മ നിസ്കരിക്കാൻ പോയിട്ടാണ്. അപ്പോൾ അതിന് ഉമ്മ വരുമ്പോഴത്തേക്ക് എല്ലാം ആയിക്കഴിഞ്ഞാൽ പരിപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്ത് ബീഫും വെക്കാമല്ലോ. എന്നാലല്ലേ മോൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് നേരം പോയി പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ മോൻ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കേട്ടോ പെട്ടെന്ന് പണി വെച്ചാൽ മോൻ ഉറങ്ങുമ്പോൾ റെസ്റ്റ് എടുക്കുക. അല്ലാതെ പിന്നെ മോൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു 2 മിനിറ്റ് കിടക്കാൻ പോലും സമയത്തില്ല. പിന്നെ ഇപ്പോൾ 2-3 ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അപ്പം എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട്. 1-2 പാത്രം, അരി വാർക്കുന്ന പാത്രം, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയൊരു പാത്രം, അത്രയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എല്ലാവരും പറയും അങ്ങനെ കഴിക്കരുത്, നേരത്തെ കഴിക്കും. പക്ഷെ ഞാൻ എന്തായാലും കഴിക്കും. എന്തായാലും ഒരു 12 മണിയൊക്കെ കഴിയും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. പിന്നെ അടുക്കള ഇത്രയും നേരം പണിയെടുത്തിട്ട് ഫുള്ള് കച്ചറയായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് വാരി പിന്നെ ഒന്ന് തുടച്ചിട്ടു. തുടയ്ക്കാൻ ഞാൻ ഡെയിലി തുടയ്ക്കതൊന്നുമില്ല കേട്ടോ. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇടയെ തുടയ്ക്കുള്ളൂ. അങ്ങനെ തുടച്ചിട്ട് പിന്നെ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. കാരണം പണിയൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ കുറച്ച് നേരം കിടക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ട് 10-15 മിനിറ്റ് കിടന്നു. അപ്പോൾ തന്നെ കുളിച്ചില്ലല്ലോ. മോൻ എഴുന്നേക്കാൻ മുമ്പ് കുളിക്കുകയൊക്കെ വേണ്ടേ. അങ്ങനെ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നേരമൊന്നും കിടക്കാൻ പറ്റില്ല. കൂടിപ്പോയി 10-15 മിനിറ്റ് കിടക്കാൻ പറ്റും. ഇനി കുളിക്കണം. കുഞ്ഞ് എഴുന്നേക്കാനും ഇതെല്ലാം തീർക്കണം. കുളിക്കണം. ഉപ്പാക്ക് ചോറ് കൊടുക്കണം. ഡ്രസ്സ് കുറേ ഉണ്ട് മടക്കി വെക്കാം. എല്ലാം മടക്കി വെക്കണം. ഒരുപാട് പണിയുണ്ട് ഇനി. ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഉമ്മ ഇറച്ചിക്കറി വെച്ചു. ഇറച്ചിക്കറിയും കഴുകി കൊടുത്തു. ഉമ്മ കറി വെച്ച് അടുപ്പത്തിരിക്കുന്നു. പിന്നെ കൂണും പരിപ്പും വെച്ചു. ചോറ് വെച്ച് വാർത്തു. അലക്കിയിടത് കുറേ വിരിച്ചിട്ടാണ്. ഈ മക്കളുള്ളതുകൊണ്ടായിരിക്കുമല്ലേ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? ഡ്രസ്സ് ഫുള്ള് മക്കളുടെ ഡ്രസ്സാണ്. എത്ര ജോഡി ഡ്രസ്സാണ് മക്കളുടെ അലക്കാൻ. അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കിടത്തിട്ട് നടുവ് നിർത്തിട്ട് ഭയങ്കര വേദന നടുവിനും കഴിക്കും. കുറച്ച് മിനിറ്റ് കാണും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. ഉറങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇത് ചെയ്യാനാ മക്കളൊക്കെ ഉള്ള നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. മൂത്തവനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് രണ്ടാമത്തെ തീരെ നമ്മളൊന്നും കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇനി കുറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ട് അതൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ചു. ഇതുണ്ട് ഫുള്ള് മടക്കി വെക്കാനുള്ള ഡ്രസ്സുകൾ. അതൊക്കെ മടക്കി വെക്കട്ടെ കേട്ടോ.